ശ്രീ PM നിയാസ്, ഇത് 8 ദിവസമായിട്ടും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനമില്ല. എത്ര നാൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും? നോക്കൂ മജുഷ്, ഇത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാനുള്ള ഒരു ചർച്ചയാണ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. UDFും അതുപോലെ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. സ്വാഭാവികമായതിന് സമയമെടുക്കും. നമ്മൾ 102 സീറ്റ് നമ്മൾ പ്രതീക്ഷയിലപ്പുറമായ ഒരു സീറ്റ് ലഭിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം നിങ്ങൾ വിചാരിച്ച പോലെ ഇന്നലെയോ മെഞ്ഞാന്നോ തുടങ്ങിയതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കോഴിക്കോട് വെച്ച് 2 വർഷം മുമ്പ് നമ്മൾ നടത്തിയിരുന്ന ഒരു വലിയ മുന്നൊരുക്കമുണ്ട്. കോഴിക്കോട് വെച്ച് നടത്തിയത് ആ മുന്നൊരുക്കം ആണ്. KPCC ആണ് അത് നേതൃത്വം കൊടുത്തത്. അന്ന് KPCCയുടെ പ്രസിഡന്റ് സുധാകരനായിരുന്നു. അത് കഴിഞ്ഞ് 3 തവണ നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് 3 തവണ നമ്മൾ ചിന്തന ശിബിരവും അതുപോലെ തന്നെ ലീഡേഴ്സ് മീറ്റും ആയി 3 തവണയായി നമ്മൾ നടത്തി. അത് നടത്തിയത് ഓരോന്നിനും തെരഞ്ഞെടുപ്പ്, നമ്മൾ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 2 വർഷം മുമ്പാണ് നമ്മൾ ആരംഭിച്ചത്. 1 വർഷം മുമ്പ് വീണ്ടും കൂടി. അതിനിടയിൽ നമ്മൾ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീണ്ടും KPCC തലത്തിൽ യോഗം കൂടി മുന്നോട്ട് പോവുകയും അതനുസരിച്ച് KPCC പ്ലാൻ ചെയ്ത പ്ലാൻ അനുസരിച്ച് UDFിനെ ഒരുക്കുന്നതിനുള്ള തീരുമാനം നമ്മൾ പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതൊരു കൂട്ടായ നമ്മുടെ ബഹുമാനായ VM സുധീരൻ സാറ് പറഞ്ഞ പോലെ ഇതൊരു കൂട്ടായ ലീഡർഷിപ്പാണ്. ആ ലീഡർഷിപ്പിൽ ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൽ നയിക്കുന്നത് KPCC പ്രസിഡന്റാണ്. നേരത്തെ സുധാകരനായിരുന്നു, ഇപ്പോൾ സണ്ണി ജോസഫാണ്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആണ്.